റിഡോക്സ് റിയാക്ഷൻസ് നെക്സ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് നിങ്ങൾ ഈ സെക്ഷൻ കണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ സെക്ഷനിൽ ഫസ്റ്റ് വൺ സ്റ്റോക്ക് നൊട്ടേഷനാണ്. നിങ്ങൾ എക്സാമ്പിൾ നോക്കുക, ആ കോളത്തിൽ MnO2 നോക്കുക. MnO2 മാംഗനീസ് മെറ്റലാണ്. ആ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ +4 ആണ്. ഇനി ഞാനെന്താ ചെയ്തത്? ആ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്തു ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ നമ്പർ ഉപയോഗിച്ചിട്ട്. നമ്മൾ റോമൻ നമ്പർ ഉപയോഗിച്ചിട്ട് ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യുന്നുണ്ടല്ലേ? റോമൻ നമ്പർ ഉപയോഗിച്ചിട്ട് 4 എന്ന് മാർക്ക് ചെയ്താണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അത്. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ എടുത്ത് നോക്ക്, ZnO. ഇപ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ് അവിടെ. ഓക്കെ, അപ്പോൾ എന്നാൽ മാർക്ക് ചെയ്ത് നോക്കിയാൽ Zn ബ്രാക്കറ്റിൽ 2 എന്നിട്ട് O. പിന്നെ അടുത്തത് HAuCl4. അപ്പോൾ ഗോൾഡ് അവിടെ എന്താണ്? AU ഗോൾഡ്, എൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. അപ്പോൾ ഞാനവിടെ മാർക്ക് നോക്കിയാൽ HAu ബ്രാക്കറ്റിൽ 3 ദെൻ Cl4. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്ത്? വാട്ട് ഈസ് സ്റ്റോക്ക് നൊട്ടേഷൻ? ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ മെറ്റൽ റെപ്രസെൻറ്റഡ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ് യൂസിങ് റോമൻ നമ്പർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കണം? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ആ റൂൾ പ്രകാരം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ മെറ്റൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ മെറ്റൽ എന്ത് ചെയ്യുക? നമ്മൾ ബ്രാക്കറ്റിൽ റോമൻ നമ്പർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ദിസ് ഈസ് കോൾഡ് സ്റ്റോക്ക് നൊട്ടേഷൻ. ഇപ്പോൾ സ്റ്റോക്ക് നൊട്ടേഷൻ ചിലപ്പോൾ എക്സാമിന് വരാറുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് നൊട്ടേഷൻ മീൻസ് വാട്ട് ഈസ് സ്റ്റോക്ക് നൊട്ടേഷൻ? ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ മെറ്റൽ റെപ്രസെൻറ്റഡ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ് യൂസിങ് റോമൻ നമ്പർ. നിങ്ങളവിടെ മാർക്ക് ചെയ്ത് നോക്ക്. MnO2 ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാംഗനീസ് എത്രയാണ്? +4. പിന്നെ സിങ്ക് ഓക്സൈഡിൽ ഓക്സിജൻ -2 ആണ്. അങ്ങനെയാണെങ്കിൽ സിങ്ക് എത്രയാണ്? +2. പിന്നെ HAuCl4 ഗോൾഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട സെക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്നുള്ളത്. അത്ര ടൈപ്പിലുള്ള റിഡോക്സ് റിയാക്ഷൻ ഉണ്ടതിൽ. ഇത് 10th CBSE പഠിച്ച കുട്ടികൾക്ക് ഈ റിയാക്ഷൻസ് കുറച്ച് ആദ്യത്തെ 3 കേട്ടിട്ടുണ്ടാവും. ഒന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ, സെക്കൻഡ് വൺ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, തേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ദെൻ ഫോർത്ത് വൺ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇത് 4 ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫോർത്ത് വൺ ആണ്, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. എന്താ കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്പ്രപ്പോർഷനേഷൻ. അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പറയുമ്പോൾ നമ്മൾ 2 ടൈപ്സ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആൻഡ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഇത്ര എക്സ്പ്ലനേഷൻ വേണം. അപ്പോൾ നിങ്ങൾ കോമ്പിനേഷൻ ആണോ ഡീകമ്പോസിഷൻ ആണോ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡിസ്പ്രപ്പോർഷനേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ക്ലിയർ. ഫസ്റ്റ് വൺ വരുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, കോമ്പിനേഷൻ എന്നാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ CBSE 10th പഠിച്ച കുട്ടികൾക്ക് അറിയാം കോമ്പിനേഷനിൽ. വാട്ട് ഈസ് കോമ്പിനേഷൻ? സംഭവം സിമ്പിൾ. ഇപ്പം ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. A+B gives AB. അപ്പോൾ A+B gives AB എന്ന് പറയുമ്പോൾ A എന്നുള്ളത് ഹിയർ A ആൻഡ് B ആർ ദി റിയാക്ടൻസ്, ദെൻ കമ്പൈൻസ് ടു ഫോം എ സിംഗിൾ പ്രൊഡക്റ്റ് ദാറ്റ് ഇസ് AB. ഓക്കെ, വാട്ട് ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ? ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇൻ വിച്ച് 2 or more റിയാക്ടൻസ് കമ്പൈൻസ് ടു ഫോം എ സിംഗിൾ പ്രൊഡക്റ്റ്. ഒന്നിലധികമോ റിയാക്ടൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങളുടെ എക്സാമ്പിൾ നോക്ക്. ഇത് ഞാൻ റിഡോക്സ് റിയാക്ഷന് എക്സാമ്പിൾ എന്നാണ് പറയുന്നത്. നോക്കിക്കോ, ഒരു എക്സാമ്പിൾ 2H2 + O2 gives 2H2O. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. H2 ഹൈഡ്രജൻ്റെ ഫ്രീ സ്റ്റേറ്റ് ആണ്, സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0, ഓക്സിജൻ 0. ദെൻ H2O ഓക്സിജൻ -2, ദെൻ ഹൈഡ്രജൻ +1. അപ്പോൾ നിങ്ങൾ നോക്കുക, അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ 0 ഇൻക്രീസസ് ഫ്രം 0 to +1, സോ ദിസ് ഈസ് ഓക്സിഡേഷൻ. ദെൻ ഓക്സിജൻ്റെത് 0ൽ നിന്ന് -2ലേക്ക് വന്നു, -1 -2ലേക്ക് വന്നു, സോ റിഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ എ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ഒന്നും കൂടെ ഒരു എക്സാമ്പിൾ കൊണ്ട് നെക്സ്റ്റ് വൺ H2 + Cl2 gives 2HCl. അതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ 0, ക്ലോറിൻ 0 ബിക്കോസ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. ദെൻ HCl വരുമ്പോൾ ക്ലോറിൻ 17th ഗ്രൂപ്പ് എലമെൻ്റ് ഹാലോജൻ, സോ -1. അപ്പോൾ ഹൈഡ്രജൻ്റെത് +1 ബിക്കോസ് HCl കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് ആകുമ്പോൾ 2 ആഡ് ചെയ്യുമ്പോൾ 0. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഫ്രം 0 to +1, സോ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ദെൻ ക്ലോറിൻ 0 to -1, സോ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, സോ ദിസ് ഈസ് റിഡക്ഷൻ.
അങ്ങനെയാണെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ? ഇത്രയാണ് സംഭവങ്ങൾ. നെക്സ്റ്റ് അങ്ങ് നോക്ക്, സെക്കൻഡ് വൺ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നിങ്ങൾ ആ ജനറൽ ഇക്വേഷൻ നോക്കിയാൽ, ജനറലായിട്ട് ഞാൻ എഴുതിയ എ ബി ഗിവ്സ് എ പ്ലസ് ബി. ഹിയർ എ ബി ഇസ് എ റിയാക്റ്റൻറ്റ്, എ ആൻഡ് ബി ആർ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പം ഡീകമ്പോസിഷൻ റിയാക്ഷൻ മീൻസ് വളരെ സിമ്പിളായിട്ട് പറയാം, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ റിയാക്റ്റൻറ്റ് ബ്രേക്സ് ഡൗൺ ടു ഫോം 2 or more കോമ്പോണൻസ് അല്ലെങ്കിൽ 2 or more പ്രൊഡക്ട്സ്. ഒരു സിംഗിൾ റിയാക്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 2 or അതിലധികമോ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് കോൾഡ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ റിയാക്റ്റൻറ്റ് ഡീകമ്പോസ് ടു ഫോം 2 or more പ്രൊഡക്ട്സ്. ഇത് നിങ്ങളവിടെ എക്സാമ്പിൾ നോക്ക്, NaH ഗീവ്സ് Na+H2. അപ്പോൾ NaH ഗീവ്സ് Na+H2 എന്ന് പറയുമ്പോൾ അവിടെ ഹൈഡ്രൈഡ് ആണ്, സോഡിയം ഹൈഡ്രൈഡ്. നിങ്ങൾക്കറിയാം ഹൈഡ്രൈഡിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ റേറ്റ് -1 ആണ്, സോഡിയം +1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ +1 ചേഞ്ചസ് ടു 0, സോ റിഡക്ഷൻ ടേക്സ് പ്ലേസ്. മറ്റേതിൽ ഹൈഡ്രജൻ അത് -1 എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി, സോ ഇൻക്രീസസ് ഓക്സിഡേഷൻ നമ്പർ, ഹെൻസ് ഇറ്റ് ഈസ് എന്ത് ഓക്സിഡേഷൻ. ഇനി KCl O3 പറയുമ്പോൾ നിങ്ങൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ -2 ആണ്, ക്ലോറിൻ +5 ആണ്, പൊട്ടാസ്യം +1 ആണ്. ഇനി അടുത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1, അത് ഒരു പ്രശ്നമില്ല, +1 തന്നെയുണ്ട്. ഇനി ക്ലോറിൻ്റെത് +5 ആണ്, ആ +5 ചേഞ്ചസ് ടു -1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ ടേക്സ് പ്ലേസ്. ദെൻ ഓക്സിജൻ്റെത് -2 എന്നുള്ളത് ചേഞ്ചസ് ടു 0, സോ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്, ഇൻക്രീസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് CaCO3 ഗീവ്സ് CaO+CO2 എടുക്കുമ്പോൾ കാൽസ്യം റിയാക്ടറിൻ്റെ സൈഡ് നിങ്ങൾ നോക്കിയാൽ +2 ആണ്, മറ്റേലും +2 ആണ്. കാർബൺ +4 ആണ്, കാർബൺ +4 ആണ്. ഓക്സിജൻ -2 ആണ്, ഇവിടെ ഓക്സിജൻ -2 ആണ്. അപ്പോൾ ഇതിൽ ദർ ഇസ് നോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അതുകൊണ്ട് ഡീകമ്പോസിഷൻ കാൽസ്യം കാർബണേറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ പറയണം. അപ്പോൾ അതിൽ മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്. അപ്പോൾ അതിൽ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പഠിക്കുന്ന നല്ലത്. റിയാക്ടിവിറ്റി സീരീസ് 10th 2 പേരും ഒരേപോലെ പഠിച്ചായിരിക്കും റിയാക്ടിവിറ്റി സീരീസ്. എല്ലാ മെമ്പേഴ്സ് ഒന്ന് കറക്റ്റ് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ പറയുന്നത് റിയാക്ടിവിറ്റിയുടെ ഓർഡറിലാണ്. ഓക്കെ, ഹൈ റിയാക്ടിവിറ്റി ഇതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ, അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി ഈസ് കോൾഡ് റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ അതിൽ മെമ്പേഴ്സ് ആയിക്കോ, പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, ലെഡ്, കോപ്പർ, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. അതിൽ താഴെയാണ്. ശരിക്കും ഇത്രയല്ല, കുറേ മെമ്പേഴ്സ് പഠിക്കാനുണ്ട്. ഞാനിപ്പം നിങ്ങൾക്കിപ്പോൾ അറിയേണ്ടത് മാത്രം ഞാനിവിടെ എഴുതി വെച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരിക്കും റിയാക്ടിവിറ്റി സീരീസിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. ലിഥിയം, പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, ഇത് ക്ലിയർ ചെയ്യും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ അതിൽ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നുള്ളത് സംഭവം സിമ്പിൾ. നിങ്ങൾ എവിടെ എക്സാമ്പിൾ നോക്കിയാൽ A+BC ഗീവ്സ് AC+B. എന്താ അവിടെ സംഭവിച്ചത്? A ഡിസ്പ്ലേസസ് B ഫ്രം BC. ഓക്കെ, A ഡിസ്പ്ലേസസ് B ഫ്രം BC. ദാറ്റ് മീൻസ് A ഈസ് മോർ റിയാക്റ്റീവ് ആസ് കമ്പയർഡ് ടു B. അപ്പം അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ മീൻസ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇൻ വിച്ച് one of the element present in a compound can be replaced by using other. ഇപ്പം നിങ്ങളിവിടെ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജനറൽ ഫോമിൽ എടുത്താൽ മതി. A+BC ഗിവ്സ് AC+B. അവിടെ ഓർത്ത് നോക്കണ്ടേ, A ഈസ് മോർ റിയാക്റ്റീവ് ദാൻ B. അപ്പം അങ്ങനെയാണെങ്കിൽ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് റിയാക്ടിവിറ്റി സീരീസ്. നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ത്? ഹൈ റിയാക്റ്റീവ് എലമെൻറ്റ് ഡിസ്പ്ലേസസ് ലോ റിയാക്റ്റീവ് എലമെൻറ്റ് from its own compound. For example, Zn plus CuSO4 gives ZnSO4 plus Cu. But when we compare the reactivity of zinc and copper, which is more reactive? Zinc. So zinc displaces copper from copper sulfate. അപ്പോൾ നമുക്ക് blue colored compound changes to colorless. Okay, next example. Fe plus CuSO4 gives FeSO4 plus Cu. എന്തുകൊണ്ട്? Because here അയൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, സിങ്കിൻ്റെയും അയണിൻ്റെയും കോപ്പറിൻ്റെയും അയണിൻ്റെയും പൊസിഷൻ എവിടെ നോക്കുക. അയണിൻ്റെ പൊസിഷൻ റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലാണ്. ഓക്കെ, ദെൻ കോപ്പറിൻ്റെത് താഴെ. അങ്ങനെയാണെങ്കിൽ വെൻ വി കമ്പയർ ദി റിയാക്ടിവിറ്റി ഓഫ് അയൺ ആൻഡ് കോപ്പർ യൂസിങ് റിയാക്ടിവിറ്റി സീരീസ്, ദെൻ ഹിയർ ഒബ്സർവ്ഡ് ദാറ്റ് അയൺ ഈസ്
മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ, സോ അയൺ ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ്. ഇപ്പം എന്ത് ചെയ്യും? ബ്ലൂ കളർ ചേഞ്ചസ് ടു ഗ്രീൻ. ഓക്കെ, ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റിലെ നെക്സ്റ്റ് വൺ ആണ് ഇത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൊണ്ട് എളുപ്പത്തിൽ ഇങ്ങനെ വെച്ചോ. എക്സ് പ്ലസ് വൈ സെഡ് ഗിവ്സ് എക്സ് സെഡ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ സെഡ് ഗിവ്സ് എക്സ് സെഡ് പ്ലസ് വൈ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? എക്സ് വൈ സെഡിൽ നിന്ന് വൈനെ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം വൈ ഇസ് എ നോൺ മെറ്റൽ. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഹൈഡ്രജൻ. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എക്സാമ്പിൾ പ്രകാരം നോക്കുന്നുണ്ടെങ്കിൽ Zn പ്ലസ് 2HCl. നമ്മളെ റിയാക്ടിവിറ്റി സീരീസ് ഫുള്ള് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കൊരു കോപ്പർ, കോപ്പറിന് മുന്നേ അത് കോപ്പർ, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് ഉണ്ട്. കോപ്പറിന് തൊട്ട് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രജൻ തന്നെ എഴുതാം. ഒരു നോൺ മെറ്റൽ ഹൈഡ്രജൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിങ്ക് ആൻഡ് ഹൈഡ്രജൻ കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് മോർ റിയാക്റ്റീവ്? സിങ്ക്. സോ സിങ്ക് HCl നിന്ന് എച്ചിനെ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ടൈപ്പിൽ നമ്മൾക്ക് എക്സ് പ്ലസ് വൈ സെഡ് ഗിവ്സ് എക്സ് സെഡ് പ്ലസ് വൈ എന്നുള്ള പാറ്റേണിൽ പറഞ്ഞു കഴിഞ്ഞാലും ഈ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതും ഏതിന് എക്സാമ്പിളാണ്? റെഡോക്സ് റിയാക്ഷൻ. അത് നിങ്ങൾ നോക്ക്. സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0, HCl ക്ലോറിൻ -1, ഹൈഡ്രജൻ +1. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ZnCl2 + H2 എന്ന് പറയുമ്പോൾ ക്ലോറിൻ -1, സിങ്ക് +2. അപ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ഫ്രം 0 to +2. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ഫ്രം +1 to 0. അതുപോലെ മെഗ്നീഷ്യത്തിൻ്റെയും. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾ ആസിഡ്സ്, എല്ലാ ആസിഡ്, ഏത് ആസിഡ്? ഓൾ ആസിഡ്സ് വേണ്ട, ഓൾ മെറ്റൽസ് റിയാക്ട്സ് വിത്ത് ആസിഡ്സ് ലൈക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ് ടു ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, മെറ്റൽ റിയാക്ട്സ് വിത്ത് ആസിഡ്സ് ലൈക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ടു ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് നമ്മുടെ ക്ലാസ് പഠിൻ്റെ 2 ടൈപ്സ്. ഫസ്റ്റ് വൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ലാസ്റ്റ് ഫോർത്ത് വൺ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇനി കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഡീകമ്പോസിഷൻ ആയിക്കോട്ടെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡിസ്പ്രപ്പോർഷനേഷൻ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതാണ് നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ്. ആ റൂൾ വെച്ചിട്ട് അത് പറഞ്ഞാൽ നമുക്ക് ഈ സെക്ഷനിലും ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പം ഡിസ്പ്രപ്പോർഷനേഷൻ പറയുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾ നോക്കിയാൽ 2H2O2 ഗീവ്സ് 2H2O + O2. അറിയാം, ഞാൻ അന്ന് പറഞ്ഞ റൂൾ പ്രകാരം. ഇൻ പെറോക്സൈഡ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഈസ് -1. ഓക്കെ, പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ക്ലിയർ. അപ്പോൾ ഇൻ ഓക്സൈഡ് H2O ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഈസ് -2. ദെൻ O2 ഇൻ ഫ്രീ സ്റ്റേറ്റ് 0. നിങ്ങളിവിടെ ഐഡൻറ്റിഫൈ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ. ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈ. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഓക്സിജൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. ഓക്കെ, H2O2ൽ. അപ്പോൾ -1 ചേഞ്ചസ് ടു 0. സോ ദിസ് ഈസ് ഓക്സിഡേഷൻ. അപ്പോൾ H2O2 O2 മാറുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ് ഓക്സിഡേഷൻ. ക്ലിയർ. ദെൻ H2O2 ചേഞ്ചസ് ടു H2O, ദാറ്റ് ഈസ് -1 ചേഞ്ചസ് ടു -2. സോ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്, ദിസ് ഈസ് റിഡക്ഷൻ. ഓക്കെ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ അവിടെ H2O2 എന്നുള്ള ആ റിയാക്ഷൻ 2H2O2 ഗീവ്സ് 2H2O + O2 എന്നുള്ള റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻ ദിസ് റിയാക്ഷൻ വൺ ഓഫ് ദി എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ടിലുള്ള ഒരു എലമെൻറ്റിന് എന്തായിരുന്നു? അണ്ടർഗോസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ വാട്ട് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇൻ വിച്ച് വൺ ഓഫ് ദി എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട് അണ്ടർഗോസ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ ഒരേ സ്പീഷീസിനാണ് നടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്ട് ആസ് ബോത്ത് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, ക്ലിയർ.